ഹായ് ഓൾ. സോ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൺഫർമേഷനും അതേപോലെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള ആദ്യ അലോട്ട്മെന്റിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള സൗകര്യങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് രണ്ട് കോഴ്സുകളെയും പറ്റി നോക്കാം. എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നിരുന്നു. ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 13-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താം. കൂടെ പുതുതായിട്ട് ഏതെങ്കിലും കോഴ്സുകളോ ബാച്ചുകളോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓപ്ഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. നിലവിലുള്ളവ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷൻസ് നിങ്ങൾക്ക് 5-ാമത്തെ ഓപ്ഷൻ എടുത്ത് 1-ാമത്തതിലേക്ക് ആക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് 8 ആക്കണം. അപ്പോൾ ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും റീഅറേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാം. ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കൊടുത്തതിൽ നിങ്ങൾക്കൊരു 30-ാമത്തെ ഓപ്ഷനാണ് നിലവിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത്. ഇനി 29 ഓപ്ഷൻസ് കൂടിയുണ്ട്. അതിൽ ഏതെങ്കിലും 10 ഓപ്ഷൻസ് വേണ്ട, കിട്ടിയാൽ മസ്റ്റ് ആയിട്ട് ആ കോളേജിലേക്ക് ചെല്ലേണ്ടതായിട്ടുണ്ട്, ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും ഓപ്ഷൻസ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഇപ്പൊ അവൈലബിൾ ആണ്. അതേപോലെ ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള ആദ്യ അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും 13-ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്ന് വരെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 16-ാം തീയതി രാത്രി 11:59 PM വരെയാണ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള ടൈം എന്ന് പറയുന്നത് 16 രാത്രി 11:59, അതായത് 11:59 PM വരെയാണ് നിങ്ങൾക്ക് ഇതിനായിട്ടുള്ള ഒരു അവൈലബിലിറ്റി ഉണ്ടായിരിക്കുക. 17-ാം തീയതി രണ്ടാം ഘട്ട അലോട്ട്മെന്റ് താൽക്കാലികമായിട്ട് പ്രസിദ്ധീകരിക്കും. 19-ാം തീയതി രണ്ടാം ഘട്ട അലോട്ട്മെന്റ് ആദ്യം വരുന്നത് പ്രൊവിഷണൽ അലോട്ട്മെന്റ് ആണ്. അതിൽ എന്തെങ്കിലും ചലഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ നള്ളിഫൈ ചെയ്ത് 19-ാം തീയതി ആയിരിക്കും രണ്ടാം ഘട്ട അലോട്ട്മെന്റ് വരിക. ആൻഡ് 20-ാം തീയതി മുതൽ 24-ാം തീയതി വൈകുന്നേരം 4 മണി വരെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കുള്ള രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾക്ക് കോളേജിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഫീസ് അടച്ച് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് അലോട്ട്മെന്റിന്റെ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണ് ഓപ്ഷൻ കൺഫർമേഷൻ നടത്തേണ്ടത് എന്നുള്ളൊരു കാര്യം പറയാണ്. ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടി, നിങ്ങൾ ഫീസ് ഒക്കെ അടച്ച് ജോയിൻ ചെയ്തു, ബട്ട് നിങ്ങൾ ഹയർ ഓപ്ഷൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തണം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു 20-ാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത്, അവിടെ നിങ്ങൾ പെർമനന്റ് ആയിട്ട് ചേരുന്നില്ല, നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ വേണം, അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കൺസിഡർ ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ മസ്റ്റ് ആയിട്ട് നടത്തുക. നടത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യേണ്ടത് ഇപ്പോൾ റീഅറേഞ്ച് ചെയ്യാം. പുതുതായിട്ട് അനുവദിച്ച കോഴ്സുകളാണെങ്കിൽ ഓൾറെഡി ഉള്ള കോഴ്സുകളിലേക്ക് ഒരിക്കലും പുതിയ ഓപ്ഷൻസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷെ പുതുതായിട്ട് അനുവദിച്ച ഏതെങ്കിലും ബാച്ചോ കോഴ്സോ ഏതെങ്കിലും ഒരു കോളേജിൽ ഒരു സ്ട്രീം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് കൊടുക്കാം. അതേപോലെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടിയില്ല, അലോട്ട്മെന്റ് ലഭിക്കാത്ത കുട്ടികൾക്കും ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ കൺസിഡർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തണം. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസും ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടി എന്നാൽ ഹയർ ഓപ്ഷൻ വെയിറ്റ് ചെയ്യാണ്, അങ്ങനെയുള്ള സ്റ്റുഡൻസും ഫസ്റ്റ് അലോട്ട്മെന്റിൽ എവിടെയും കിട്ടാത്ത സ്റ്റുഡൻസും മസ്റ്റ് ആയിട്ടും സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ വേണ്ടി അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓപ്ഷൻ കൺഫർമേഷൻ നടത്തുക. 16-ന് രാത്രി 11:59 മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായും നൽകണം. അതേപോലെ ആർക്കിടെക്ചർ കോഴ്സ് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇപ്പൊ കൊടുക്കാനുള്ള സൗകര്യം നിങ്ങൾക്കും അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, 1-ാം ഘട്ട അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡറിൽ തന്നെ കൊടുക്കുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കോളേജും കോഴ്സും 1-ാമത് കൊടുക്കുക. ആൻഡ് ആ ഒരു ഓർഡർ തന്നെ, അതിന് പ്രയോറിറ്റി ലിസ്റ്റ് എന്നാണ് പറയുക, പ്രയോറിറ്റി ഓർഡറിലാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ ആവശ്യമുള്ള, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾ മാത്രം കൊടുക്കുക. റെഡി? യെസ്. അപ്പോൾ ഇതാണ് അലോട്ട്മെന്റിന് വന്നിരിക്കുന്ന സ്കെഡ്യൂൾ. ആൻഡ് ആർക്കിടെക്ചറിലേക്കുള്ള ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ സിയുടെ വെബ്സൈറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫീസ് സ്ട്രക്ചർ ഒക്കെ നോക്കി മനസ്സിലാകാവുന്നതാണ്. യെസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആൻഡ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ സിയുടെ വെബ്സൈറ്റിലുണ്ട് കേട്ടോ. സിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ എടുക്കുക, അവിടെ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താൻ മറക്കരുത് ഒരിക്കലും. ആൻഡ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ സിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. ബൈ.